ദേവസദസ്സിൽ സമസ്ത ദേവതകളും സന്നിഹിതരായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് വായു ഭഗവാൻ ഒരു സംശയം ഉദിച്ചത്. ദേവകളെ, പ്രപഞ്ച ചലനങ്ങൾ നിയന്ത്രിക്കുന്നവരാണല്ലോ മഹാവിഷ്ണുവും ശിവനും. ഇവരിൽ ആരാണ് മഹാശക്തിമാൻ? വായു ഭഗവാന്റെ ചോദ്യം കേട്ട ദേവകൾ മുഖത്തോട് മുഖം നോക്കി. ന്യായമായ ചോദ്യം തന്നെ. ദേവകളെ, വായു ഭഗവാന്റെ സംശയം ന്യായമാണ്. ഇതേ ചിന്ത എനിക്കും നിങ്ങൾക്കുമുള്ളതായിരിക്കും. വിഷ്ണു മഹേശ്വരന്മാരിൽ ശക്തിമാൻ ആരെന്നറിയുന്നത് എപ്രകാരമായിരിക്കും? അഗ്നിദേവനും ഉത്സാഹമായി. ഉടൻ നാരദൻ തന്ത്രപൂർവം ഈ സംശയത്തിൽ ഇടപെട്ടു. നമുക്ക് ബ്രഹ്മദേവനെ കൂട്ടുപിടിക്കാം. അദ്ദേഹത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മഹാവിഷ്ണുവിനെയും പരമേശ്വരനെയും തമ്മിൽ അകറ്റുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ദേവകൾ ബ്രഹ്മലോകത്തിലേക്ക് യാത്രയായി. അവർ ബ്രഹ്മദേവനോട് അനുനയപൂർവം പറഞ്ഞു, ഹേ മൂർത്തി, മഹാവിഷ്ണു സംഹാരശക്തിയായ പരമശിവൻ ഇവരിൽ ശക്തിമാൻ ആരാണ്? അത് കണ്ടെത്തുവാനുള്ള ശക്തി താങ്കൾക്കേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബ്രഹ്മദേവൻ ദേവകളെ വീക്ഷിച്ചു. അതിനുശേഷം സാവധാനം അദ്ദേഹം തൻ്റെ അറിവ് വ്യക്തമാക്കി. ദേവകളെ, മൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ, ആരാണ് ശക്തിമാൻ എന്നീ ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല. എങ്കിലും നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കുവാൻ വാക്കുകളല്ല ആവശ്യം, പ്രവൃത്തിയാണ്. ഭഗവാൻ ബ്രഹ്മദേവൻ വിശ്വകർമാവിനെ വിളിച്ച് കൽപ്പന നൽകി. അല്ലയോ ശില്പി, അത്യുഗ്രമായ 2 വില്ലുകൾ അങ്ങ് നിർമ്മിച്ചു നൽകിയാലും തുല്യശക്തികൾ വഹിക്കുവാനാകുന്ന വിധമാകണം അവയുടെ നിർമ്മാണം. ഉടനടി വിശ്വകർമാവ് 2 വില്ലുകൾ നിർമ്മിച്ചുകൊണ്ട് ബ്രഹ്മദേവന്റെ സവിധത്തിലെത്തി. ബ്രഹ്മദേവനാകട്ടെ വില്ലുകളുമായി മഹാവിഷ്ണുവിനെയും പരമേശ്വരനെയും സന്ദർശിച്ചു. ഇരുവർക്കും സ്നേഹപൂർവം അവയിൽ ഓരോന്ന് സമ്മാനിച്ചു മടങ്ങുകയും ചെയ്തു. അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും പരമേശ്വരന്റെ സന്നിധിയിലെത്തി. ഇപ്രകാരം അന്വേഷിച്ചു, ദേവ, അങ്ങ് ശക്തനും ബലവാനുമല്ലേ? കൈലാസീപതിയായ അങ്ങ് സംഹാരശക്തിയുമാണ്. പക്ഷെ സ്ഥിതിപാലകനായ മഹാവിഷ്ണു, അദ്ദേഹമാണ് കേമനെന്ന് നടിക്കുന്നു. സത്യമാണോ പ്രഭു അത്? എങ്കിൽ അങ്ങേക്കും ഉപരിയായി മഹാവിഷ്ണു നൽകുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്നെ നമസ്കരിക്കുന്നത് എന്തിന്? ലോകം ഈ വിധം സംശയത്തിലാണ്. ബ്രഹ്മദേവന്റെ ഓരോ വാക്കും പരമശിവന്റെ അഭിമാനബോധത്തിൽ വന്ന് തറച്ചു. അദ്ദേഹം ബ്രഹ്മദേവൻ സമ്മാനിച്ച വില്ലുമായി മഹാവിഷ്ണുവിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. ബ്രഹ്മദേവനാകട്ടെ ഈ സമയത്തിനുള്ളിൽ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ അറിയിച്ചു. മഹാവിഷ്ണു, അങ്ങ് വർത്തമാനങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പരമശിവന് നൽകിയ വിശിഷ്ടമായ വില്ല്, അതായത് ശൈവജാപം, അതുമായി ഭഗവാൻ യുദ്ധസന്നദ്ധനായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങ് ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വമാണ്. അതിനാൽ ഞാൻ അവിടെ നിന്ന് സമ്മാനിച്ച വൈഷ്ണവചാപം എന്ന പേരോടുകൂടിയ വില്ലുമായി തയ്യാറാകുക. ഉടനടി മഹാവിഷ്ണു വൈഷ്ണവചാപവുമായി പോരിനിറങ്ങി. അപ്പോഴേക്കും കോപം ഉടലെടുത്തതുപോലെ ശൈവജാപവുമായി പരമേശ്വരനും അവിടെ വന്നു നേർന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ഉഗ്രപോരാട്ടം തന്നെ നടന്നു. എന്നാൽ യുദ്ധം മഹാവിഷ്ണുവിന് അനുകൂലമായിരുന്നു. മഹാവിഷ്ണുവിന്റെ വൈഷ്ണവചാപത്തിന് മുന്നിൽ പരമേശ്വരനും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശൈവചാപവും നിഷ്പ്രഭമായി തീർന്നു. ദുഃഖിതനും അപമാനിതനുമായ പരമശിവൻ കൂടുതൽ ശക്തിയോടെ യുദ്ധരംഗത്തെത്തി. 2 സൂര്യന്മാർ തമ്മിൽ പോരാടുന്നത് പോലെയുള്ള ആ യുദ്ധം യുഗങ്ങളോളം നീണ്ടുനിന്നു. മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും യുദ്ധമൊടുവിൽ ദേവന്മാരെ ഭയചകിതരാക്കി തീർത്തു. അവർ വീണ്ടും ബ്രഹ്മദേവനെ അഭയം തേടി യുദ്ധമൊഴിവാക്കുവാൻ അപേക്ഷിച്ചു. ബ്രഹ്മദേവ, ഞങ്ങളുടെ കൗതുകം വിനാശകരമായ അന്ത്യത്തിലേക്ക് പോകുന്നു. ഇനി യുദ്ധം തുടരുന്നുവെങ്കിൽ സമസ്ത ലോകവും നാശത്തിനടിമപ്പെടും. അത് അനുവദിക്കരുതേ പ്രഭു. അവരുടെ അപേക്ഷ മാനിച്ച് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും മധ്യ ചെന്ന് നിന്നുകൊണ്ട് സന്ധ്യ സംഭാഷണത്തിന് തയ്യാറായി. ദേവന്മാരെ, യുദ്ധം മതിയാക്കിയാലും മഹാവിഷ്ണുവും പരമേശ്വരനും തുല്യശക്തികളാണ്. ആരെയും ആർക്കും പരാജിതരാക്കുവാൻ സാധ്യമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പരമേശ്വര, അങ്ങയുടെ ശൈവജാപം ചില നേരങ്ങളിലെങ്കിലും നിഷ്മലമായി തീർന്നു. അതിന് കാരണം അങ്ങയുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി, തന്നേക്കാൾ കേമനായി മറ്റാരുമില്ലെന്നുള്ള ചിന്തയുമാണ്. ദേവീശ്വരന്മാരെ, നിങ്ങൾ അസാധാരണമാണ്. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ പരമേശ്വരനും മഹാവിഷ്ണുവും ലജ്ജിതരായി. മഹാവിഷ്ണു മാൽപ്പ് നൽകിയാലും ശിവൻ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു, പരമേശ്വര, അങ്ങ് എനിക്ക് മാപ്പ് ചോദിക്കരുത്. യുദ്ധത്തിൽ താനും തുല്യ പങ്കാളിയാണ്. മഹാവിഷ്ണു മറുപടി നൽകി, ബ്രഹ്മദേവ, ഞാനും മഹാവിഷ്ണുവും തമ്മിലുള്ള യുദ്ധത്തിന് ഉപകരണമായി വർത്തിച്ച ആയുധം എനിക്കിനി ആവശ്യമില്ല. ശൈവജാപം എന്ന ഈ ദിവ്യായുധം ഞാനിതാ ഉപേക്ഷിക്കുന്നു. അനുവാദം നൽകിയാലും എന്നിങ്ങനെ പരമശിവൻ പറഞ്ഞു. പിന്നീട് പരമശിവൻ ദിവ്യായുധ ലാഭാർത്ഥം തപസ്സനുഷ്ഠിച്ച് വിദേഹരാജാവായ ദേവരാജ ജനകനെ ശൈവജാപം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അടുത്തത് ശ്രീകൃഷ്ണൻ പരമശിവനെ തപസ്സനുഷ്ഠിച്ച കഥയാണ്. തുടരും.